ഹലോ നമസ്കാരം. സൈത്തെ, നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയാലോ? എടാ, നമുക്ക് കേരളത്തിൽ പോകണ്ടാ. കേരളത്തിൽ മഴയും വെള്ളപ്പൊക്കമൊക്കെ അല്ലേ. നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? എന്നാ പോയേക്കാലേ. അതെന്നാ തമിഴ്നാട്ടിലോട്ട് പോവാം. ഗായ്സ്, ഞങ്ങൾ പോകുന്നത് കുമളി കൂടിയാട്ടോ. വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എത്തി. ഈ കുമളിയിലൂടെ പോകുമ്പോൾ എന്നാ മനോഹാരിതയാണെന്നറിയാം. കുമളിയിൽ നമ്മൾ താഴോട്ട് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. വളമൊക്കെ തിരിഞ്ഞങ്ങി വന്നപ്പോഴത്തേക്കും കുറേ കുരങ്ങന്മാർ വഴിയിൽ. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ആമിയിൽ നിന്ന് വെള്ളം പോകുന്ന പൈപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ കുറച്ച് നേരം നിന്ന് ഷൂട്ട് ചെയ്ത് താഴോട്ടുള്ള എടുത്തപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന കേരളത്തിലും താഴോട്ട് നോക്കിയ തമിഴ്നാട്. പിന്നെ ഞങ്ങൾ തമിഴ്നാട് ലാൻഡ് ചെയ്തപ്പോഴേ കുറേ വാഴത്തോട്ടം കൃഷികളൊക്കെ കാണാം. തമിഴ്നാട്ടിൽ പോയൊരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കും. തമിഴ്നാട്ടിലെ കരിമ്പിൻ ജ്യൂസ്. ചേട്ടനാണ് മലയാളം പാട്ടൊക്കെയാണ് പാടുന്നത്. ഈ പുള്ളിക്കാരൻ അത്യാവശ്യം മലയാളം പാട്ടും മലയാളമൊക്കെ അറിയാൻ കേട്ടോ. കോട്ടിട്ട് പോയാൽ ഞങ്ങൾ കോട്ടൊക്കെ ഊരി നല്ല ചൂടായി തമിഴ്നാട്ടിലോട്ട് അങ്ങ് ഇറങ്ങി. പിന്നെ ഒരു കരിക്ക് കുടിക്കാനായിട്ട് അങ്ങ് കയറി. കരിക്കിനിവിടെ ഭയങ്കര വിലയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വിജനമായ വഴിയിലൂടെ. നല്ല ചൂടാണ്. കൊടൈക്കനാൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മൂന്നാറൊക്കെ പോലെ തന്നെ നല്ല ഹൈ റേഞ്ചാണ്. വളവും തിരിവും. ഒരു ഡാം കാണാം. അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. മുന്നോട്ട് ചെന്നപ്പം ഒരു വെറൈറ്റിയാണ്. പിന്നെയും കറങ്ങി മുന്നോട്ട് തന്നെ കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പായിട്ട് വെറൈറ്റി വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം കുറവാണ്, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഞങ്ങളത് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങി. കുറേ നേരം നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ പേര് അവിടെ ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം നല്ല വൈബാണ്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. കൊടൈക്കനാലിലോട്ട് കുറേ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. വിശന്ന് കുടൽ കയറി നേരെ കൊടൈക്കനാൽ കയറി. അങ്ങനെയുണ്ട് മനസ്സിലായി പറ്റി. അടിപൊളി ബിരിയാണി, തമിഴ്നാടൻ ശൈലം ബിരിയാണി. ഫുഡൊക്കെ അടിച്ച സ്ട്രീറ്റിൽ കൂടെ മൊത്തം ഒന്ന് കറങ്ങി അവിടെയുള്ള കടകളും എല്ലാം നോക്കി. ഇവിടെ ബജിക്കടയുണ്ട്. കാടയാണ് കെട്ടിത്തൂക്കിട്ടേക്കുന്നത്. കാട ഫ്രൈ, ലെഗ് ഫ്രൈ, കോഴീനെ കെട്ടിത്തൂക്കുന്നു. ഡോൾഫിൻ നോസ് കാണാൻ പോകുന്ന വഴിയിൽ കാട്ടുപോത്ത് ഇറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊന്നും വിടുന്നു. കാട്ടുപോത്ത് വഴിയിൽ തന്നെ ഇങ്ങനെ നിൽക്കും. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. കാട്ടുപോത്ത് മാറിയാലേ നമുക്ക് മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വരും. മുന്നോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കുറച്ചങ്ങ് എന്നപ്പോഴത്തേക്ക് ഒരു പള്ളി, ഒരു മലയുടെ മേളിലൊരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയുടെ സൈഡിലാണ് നമ്മൾ വണ്ടി വെച്ചത്. മനോജേ, നടന്ന് മടുത്തോടാ. 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ട്. പോയവന്മാരൊക്കെ കുറേ പേര് അവിടെ കിടക്കുന്നൊക്കെ സമ്മതിക്കണല്ലേ. പക്ഷെ അടിപൊളി വ്യൂ അല്ല മനോജെ. ഡോൾഫിൻ ഹൗസിൻ്റെ താഴോട്ടുള്ള വഴി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇറങ്ങി കുറേ ദൂരമായി കേട്ടോ. നല്ല ദൂരമുണ്ട്. ഇറക്കമായതുകൊണ്ട് നമ്മൾ മടുത്ത് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് മൗണ്ടൻ വ്യൂ എന്നൊരു ബോർഡ് കണ്ടത്. മൗണ്ടൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻസ് എല്ലാം ഇങ്ങനെ അടങ്ങിയിരിക്കും. ഹായ്, ഞാൻ നിങ്ങളെ ഒരു വ്യൂ ഇപ്പോൾ കാണിക്കാവേ. സൂപ്പർ വ്യൂ, മൗണ്ടൻ വ്യൂ ആണേ. ഞങ്ങൾ ഞെട്ടിപ്പോയി. അടിപൊളി സംഭവമാണ്. അയ്യോ, ഇത് കണ്ടോ. ഇവിടുത്തെ ഈ ബെഞ്ചായിരുന്നു ചായയും കൂടെ കുടിച്ച് ഈ വ്യൂവും കൂടെ കാണുവാണെങ്കിൽ എന്നെ പക്കയായിരിക്കും. ഇത് അങ്ങോട്ട് നോക്കി. ഈ മലകളാണ് ഫുള്ള്. അടിപൊളി വ്യൂ ആട്ടോ. കൊടൈക്കനാൽ പക്ക വ്യൂ സത്യം പറഞ്ഞു. ഒരു ഗ്ലാസ് ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അന്തസ്. പിന്നെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും പോകണം ഡോൾഫിൻ ഹൗസ് കാണണമെങ്കിൽ. ഇടയ്ക്ക് ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് എല്ലാം കിട്ടും. ഞാൻ മടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ലപോലെ അണയ്ക്കുന്നുമുണ്ട്. അങ്ങനെ ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഡോൾഫിൻ ഹൗസ് എത്താനായിട്ട്. ഞാൻ സ്പീഡിൽ നടക്കുക. പെട്ടെന്ന് അവിടെ എത്താനായിട്ട് എനിക്ക് ആഗ്രഹം. ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഡോൾഫിൻ ഹൗസിൻ്റെ അവിടെ എത്തി. ഇതാണ് ഡോൾഫിൻ ഹൗസ്. സൂപ്പർ ഒരു വ്യൂ ആട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുൾ അടിപൊളി. ഞാനൊരു മലയുടെ മേളിലാണ് നിൽക്കുന്നത്. അതാണ് ഡോൾഫിൻ ഹൗസ് എന്ന് പറയുന്ന സംഭവം. കണ്ടോ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണേ. ചട്സ്, ഇപ്പം ഞാൻ ഡോൾഫിൻ ഹൗസിൻ്റെ അങ്ങോട്ട് പോവാണേ. എൻ്റെ അറ്റം വരെ പോകാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഗായ്സ്, അങ്ങനെ ഭൂമിയിൽ നമ്മുടെ പ്രകൃതിയാണ് ഏറ്റവും വലിയ, നേച്ചറിലാണ് ഏറ്റവും നല്ല ബ്യൂട്ടി നിൽക്കുന്നത്. അതിലും വലിയ ബ്യൂട്ടി വേറെ ഇല്ല. അയ്യോ, അതിൻ്റെ അറ്റത്തേക്കുമ്പോൾ എനിക്ക് പേടിയാവും കേട്ടോ. അയ്യോ, ഇതാണ് ഡോൾഫിൻ ഹൗസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് മലകളെല്ലാം കാണാം കൊടൈക്കനാലിൽ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചായിരിക്കുന്നു. ഈ ഹൈറ്റ് പേടിയാണ്. നമ്മൾ ഡോൾഫിൻ റോക്ക് കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ ചെറിയൊരു അമ്പലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെയുള്ള ആൾക്കാർ, ഇവിടെ കുറച്ച് പേരൊക്കെ താമസിക്കുന്നു.
അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിൻ്റ് അവിടെ എത്തി. സൂയിസൈഡോട്ട് കയറുമ്പം ഒരു ചെറിയ മാർക്കറ്റ് പോലെ ഉണ്ട് കേട്ടോ. കുറേ കടകളുണ്ട് അവിടെ. കുഞ്ഞു കുഞ്ഞു കടകളാണ്, പക്ഷേ വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഹോട്ട് ഐറ്റംസ്, തണുപ്പിനുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഗ്ലാസ്, സ്പൈസസിൻ്റെ കടകൾ, പിന്നെ ചെറിയ ഷോപ്പുകൾ. അവിടെ നിന്ന് പിന്നെ നമ്മൾ പില്ലർ ലോക്കിലേക്ക് പോയി. പില്ലർ ലോക്കിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിരുന്നു. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ പില്ലർ ലോക്കിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. നേരത്തെ ഞങ്ങൾ രാവിലെ ഇന്നലെ ഒന്നും ഇത്രയും മഞ്ഞില്ലായിരുന്നു, ഇന്ന് നല്ലപോലെ മഞ്ഞുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പില്ലർ റോക്കിൻ്റെ അടുത്തെത്തി. മഞ്ഞാണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം കോട. അവിടെയായിരുന്നു പില്ലർ റോക്ക്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കോട വന്നു. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഗുണ കേവിലെത്തി കേട്ടോ. ഗുണ കേവിലെത്തി. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ. എനിക്ക് തോന്നുന്നു ആ സിനിമ വന്നേ പിന്നെ എത്രയും ഫേമസ് ആയെന്ന് തോന്നുന്നു. ഇതാണ് അതിൻ്റെ എൻട്രിയേ, ഗുണ കേവ് എൻട്രി. എൻട്രി വെറൈറ്റി ആയിട്ട് കേവ് പോലെ അവർ ചെയ്തേക്കുന്നത്. അവിടെ നിറച്ച ആൾക്കാരാണ്. ഞങ്ങളതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിൽ മുന്നോട്ട് കാണുന്നു. അകത്തോട്ട് കയറി കഴിയുമ്പോൾ വേറൊരു വൈബ് അതിനകത്ത്. ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ തന്നെ നല്ല രസമാണ് കേട്ടോ. അതിനാവെല്ലാം കാണാനായിട്ടും കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഓഫ് സീസണാണ്, എന്നാലും അങ്ങോട്ട് നല്ല തിരക്കുണ്ട്. മൊത്തം കോടയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അകത്ത് ചെല്ലുമ്പോഴും കോടയായിരിക്കും. അങ്ങനെ നമ്മൾ ഗുണ കേവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാ അന്യായ വ്യൂ ആണ്. ഇങ്ങനെ ഒരു വ്യൂ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അയ്യോ, എന്താ ആൾക്കാർ, എന്നെ രസം, സൂപ്പർ വ്യൂ ആണ്. ആ സിനിമയ്ക്കകത്ത് കാണിച്ച പോലെയുള്ള ആ മരത്തിൻ്റെ ചോട്ടിരുന്ന് അവർ ഫോട്ടോ എടുക്കത്തില്ല. മോനെ കുരങ്ങനൊക്കെ ഇരിക്കുന്നുണ്ട്. കേവ് മഞ്ഞൽ ബോയ്സിനകത്ത് അവന്മാരിയ്ക്കുന്ന പോലെ ആ സ്ഥലമാണ്. ആണ് നമ്മുടെ ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നില്ല, അവന്മാർ ഇറങ്ങിപ്പോയിട്ട് ആ കുഴിക്കകത്ത് വീഴുന്നത്, അതിലോട്ട് പോകുന്നത്. അതെല്ലാം അടച്ചു കെട്ടിയിരിക്കും. അപ്പം അതാണിത്. നമുക്ക് അതുപോലെ വിളിക്കാം. സുഭാഷേ ഇങ്ങനെ ഉണ്ടെങ്കിലോ. സുഭാഷേ. അക്കേവൻ്റെ അവിടെ നല്ല രീതിയിൽ ക്രൗഡാണ്. ഇവിടുന്ന് ഞങ്ങൾ കണ്ടിറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ബജിക്കട കണ്ടു കേട്ടോ. അവിടെ നമ്മൾ പറയുന്നതനുസരിച്ച് അവരെടുത്തിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ മാഹിയാണ് പറയുന്നത്. അവരപ്പം തന്നെ മാഹി റെഡിയാക്കി. സൂപ്പർ. പിന്നെ നേരെ ഫൈൻ ഫോറസ്റ്റിലോട്ടാണ്. ഫൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. കുറേ ദൂരമുണ്ട്. നടന്നാൽ ഇങ്ങറ്റത്തേക്ക് എത്തത്തില്ല, അതുപോലെ ദൂരമുണ്ട്. അവിടെ നല്ല ക്രൗഡാണ്. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ ദൂരം നടന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക് പോയി. കുറേ പേര് അവിടെ ഡാൻസ് കളിക്കുന്ന റീൽസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. റീൽസ് എടുക്കാനും ഡാൻസ് കളിക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാനും നല്ല സ്ഥലമാണ്. നല്ല വെറൈറ്റി ലുക്കാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലേക്കിലേക്കുള്ള വഴിയിലേക്ക്. വഴി ചെന്നപ്പോൾ കുറേ വഴിയോര കച്ചവടങ്ങൾ. അവിടെ നിന്ന് സബർജല്ലി വാങ്ങിച്ചു. ആട്ടുങ്ങാൽ കിഴങ്ങ് സൂപ്പ് മേടിച്ചു. ആട്ടുങ്ങാൽ കിഴങ്ങ് സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിഴങ്ങാണ്. കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ എത്തി. ലേക്കിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കുണ്ട്. അവിടെ കുറേ പേര് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോ ഗെയിമിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കുതിരകളുണ്ട്.
കുതിരകളുടെ റൈഡ് പോകുന്ന ഇവിടെ മെയിൻ പരിപാടിയാണ്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫാമിലി ബോട്ടേ പോകുന്നത് തുഴഞ്ഞു പോകുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനത്തെ ബോട്ടുകൾ ഇപ്പോൾ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രം SM Vlog KTM. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.